മൂവി അടിപൊളിയല്ലേ? എന്താ പറയാ, ഞാൻ ആക്ച്വലി ആകെ ലാലേട്ടനെ കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. അടിപൊളിയായിരുന്നു. എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ നമ്മളൊക്കെ ഇപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമയൊക്കെ ഇപ്പം ഇങ്ങനെ റീ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ റീ റിലീസ് ചെയ്യുമ്പോൾ കാണാൻ എന്താ പറയുക, അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇതുപോലത്തെ പടങ്ങളൊക്കെ തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. കരഞ്ഞു, എനിക്ക് അതും കരഞ്ഞു. പിന്നെ ആ ആളെ നേരിട്ട് നമ്മളിങ്ങനെ തൊട്ടടുത്ത് കാണുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. അത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് മീൻസ് ഏറ്റവും വലിയ കാര്യം. പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഞാൻ 2K കിഡാണ്. അപ്പോൾ വൺ ഓഫ് ദ വെരി ഫ്യൂ ഫിലിംസ് ദാറ്റ് ഈസ് ഓൾ ടൈം സെൻസേഷണൽ ആയിരിക്കും. അടിപൊളിയാണ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി കൂടി കൂട്ടിയപ്പോൾ അടിപൊളിയായി, ഇത്രേ ഉള്ളൂ. അവസാന നിമിഷം ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ പുറകിൽ ലാലേട്ടൻ്റെ ഇരിപ്പുണ്ട്. നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്ര ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഇരുന്ന് കാണാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവം അല്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചില്ല. അത് നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ അത്രയും ഇൻടു ദ ഫിലിമാണ് നമ്മളിത് കണ്ടോണ്ടിരിക്കും. ലാസ്റ്റൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഫിലിം കണ്ട് അത്രയും ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒന്നും പറയാനില്ല. എസ്പെഷ്യലി ക്ലാരിറ്റിയിൽ കാണുമ്പോഴേ ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. ഗംഭീരമല്ലേ അത്. എന്താണ് 37 വർഷം കഴിഞ്ഞ് ഇപ്പോൾ കാണുമ്പോഴും ഞാനിരുന്ന് എക്സൈറ്റഡ് ആയതുപോലെ തന്നെ എൻ്റെ മോനും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കരുതുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട പടമാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എൻ്റെ മോനെയും കൂടെ കൂട്ടിയാണ് വന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ അന്നിരുന്ന അതേ എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്നും ഇരുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഞാൻ അവനെ ശ്രദ്ധിക്കുമായിരുന്നു. അവന് അതേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതാണ് സിനിമ എന്ന് പറയുന്നത്. അതൊരു മാജിക്കാണ്. അത് കണ്ടിങ്ങനെ ഒരു ഫീൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാ മലയാളികൾക്കും ഇത് തന്നെ ആയിരിക്കും ഫീല്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. അതാണ് ഒരു വലിയ ഭാഗ്യം ഇന്ന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെയും ഒപ്പം ഇരുന്ന് കാണാൻ പറ്റി. അതുപോലെ തന്നെ സുബി സാറിൻ്റെ ഒപ്പം ഇരുന്നൊക്കെ കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. എന്തായാലും 10-ാം തീയതി റിലീസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് വീണ്ടും കാണുക. പ്രത്യേകിച്ച് പുതിയ തലമുറ. ഞാനതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോനെ വയ്ക്കുന്നതുകൊണ്ട് കാണിച്ചത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി, അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ, ശരി. 37 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കിരീടം എത്തുന്നു എന്ന് പറയുന്നത് മലയാള സിനിമ എന്തായിരുന്നു എന്നുള്ളത് പുതിയ തലമുറയിലേക്ക് വീണ്ടും എത്തുന്നു. ഈ സമയം എനിക്ക് ഏറ്റവും ഓർക്കാൻ കഴിയുന്ന ലോഹിയേട്ടനെയാണ്. ലോഹിയേട്ടന് എൻ്റെ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്തതെന്നുള്ളത് ഒരു പാഠപുസ്തകം പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതൊക്കെ അത് മാക്സിമം നന്നായി ചെയ്തിട്ടുണ്ട്. സന്തോഷമായി. അതിനൊരു സിനിമ തിയേറ്ററിൽ വീണ്ടും എന്നല്ല, ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. എനിക്കിതിനൊക്കെ ഒരുപാട് മുന്നേ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ 2 ആൾക്കാരുടെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിബി സാറിൻ്റെയും ലാൽ സാറിൻ്റെയും കൂടെ കാണാൻ പറ്റിയത് ഒരിക്കലും മറക്കില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ടെക്നോളജിയുടെയും എല്ലാത്തിൻ്റെയും ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നണം. എനിക്ക് തോന്നുന്നു അതാണ്. നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്ന ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഓൺ സ്ക്രീൻ വീണ്ടും കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷവും ഭയങ്കര സങ്കടവും തോന്നി. പക്ഷേ സന്തോഷം തോന്നി അവരെ കാണാൻ പറ്റും.